കുറച്ച് ഓക്സിജൻ ഓക്സിജൻ ഇവിടുന്ന് വരുന്നുണ്ടല്ലോ. ഇതിടയ്ക്ക് ആക്കിക്കൊണ്ടിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുമോ? ഓക്സിജൻ പമ്പ് ചെയ്യണം. ചെറുതിനെ വെച്ച് എടുക്കാൻ ഇത് പറഞ്ഞോണ്ടേ നല്ല 250 രൂപ എടുത്താൽ ഓൺലൈനിൽ വാങ്ങിക്കാം. 250 രൂപയുടെ കാര്യമുള്ളൂ. റാണിയില്ല. ഇതെല്ലാം ഈ അടച്ച് വെച്ചേക്കുന്ന എല്ലാം പിന്നെ മുട്ട ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ പുറത്തോട്ട് തള്ളിയിരിക്കുന്നില്ലേ, അത് ആണീച്ചയാണ്. അത് ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയും. കാരണം ആണീച്ച ഇതിനകത്തുണ്ടെങ്കിൽ നമുക്ക് കാണാം. ആണീച്ച കറുത്തതാണ്. ഇതിനകത്ത് ആണീച്ച ഒന്നും കാണുന്നില്ല. ആണീച്ച ഒന്നും തേനൊന്നും എടുത്തോണ്ട് വരത്തില്ല. അതെന്തോ ചുമന്ന അത് ഇത് ഞാൻ ഇലാസ്റ്റിക് ഇട്ട് വെച്ചായിരുന്നു നേരത്തെ, എടുത്ത് കളഞ്ഞില്ല. ഓരോന്നും സൂക്ഷിച്ച് നോക്കിയെങ്കിൽ റാണീച്ചയെ കാണാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ നോക്കിയതും അത്ര ക്ലിയറായിട്ട് നോക്കിയില്ല. റാണീച്ച എങ്ങനെ ഇരിക്കും? അത് വലിയ വലിപ്പം, അത് പറക്കത്തൊന്നുമില്ല. റാണീച്ച ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ, പറക്കത്തില്ല ഒരിക്കലും. കാണാൻ നല്ല സുന്ദരിയായിരിക്കും, നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ ഇരട്ടി വലിപ്പമാണ്. കണ്ടില്ല. എൻ്റെ തലയൊന്നും ഇടിച്ചായിരുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇത് ഫുള്ള് കണ്ടില്ലേ മുട്ടയാണ്, ഇതിനകത്ത് തേനൊന്നുമില്ല. റാണി കണ്ടില്ല. റാണിയുണ്ട് ഇതിനകത്തില്ല. റാണിയുണ്ടെങ്കിൽ മുട്ടയുള്ളൂ. ഇതെല്ലാം മുട്ട. അടുത്ത റാണി എന്ന് മുട്ട ഇടുന്നല്ല. പിന്നെ റാണി മുട്ട ഇടുന്നത്, ബാക്കി തേനീച്ചകൾ ഇടത്തില്ല. ഇല്ലില്ല. അവർ വേലക്കാർ പിന്നെ ജോലിക്കാർ അവർ ഇത് മാത്രമേ ഉള്ളൂ. റാണി മാത്രമേ മുട്ട ഇടത്തുള്ളൂ. അത് വല്ലപ്പോഴൊക്കെ യൂട്യൂബിൽ കയറി തേനീച്ച വളർത്തുന്നതെന്ന് നോക്ക്, അടിച്ചു നോക്ക്. നേരെ ഇരുന്നില്ല. അല്ല, അത് അടുത്തിരിക്കുക. അതടുത്ത് ഏതെങ്കിലും ഒരെണ്ണം കൂടെ വെക്കാനുണ്ടല്ലോ. അല്ല, മേളിൽ കയറി ഇരിക്കുവോ? അത് അങ്ങനെ ഒരെണ്ണം നീളം കൂടെ ഉള്ളതുകൊണ്ടാണ്. നമുക്ക് ഇതിനകത്ത് റാണിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അയ്യോ, രണ്ട് തേനീച്ച ഞെറങ്ങിപ്പോയി അവിടെ. അത് തന്നത്തെ ഇറങ്ങും. വേണ്ടേ, ഒന്ന് ഇവിടെ സ്ട്രക്കായി, ഒന്ന് അവിടെ സ്ട്രക്കായി. അതൊന്ന് പൊക്കി. പോട്ടെ. ഒരു ഈ മഴക്കാലത്തൊക്കെ എത്ര വീഴ്ച ചത്തുവെന്ന് അറിയോ? ഈ പോകുന്നൊന്നും തിരിച്ചു വരാക്കത്തില്ല. എടാ, നമ്മൾ അനങ്ങാൻ നിന്നാൽ മതി, ഇല്ലയോ? പക്ഷെ ഇപ്പം ഉച്ച ആയിട്ട് ശരിക്കും എടുക്കാവും.
എന്താ പറയുക, ആ ഈച്ചയെല്ലാം പുറത്ത് പോകും. ഇതെല്ലാം അടയ്ക്കണമായിരുന്നു. അടച്ചെങ്കിൽ പിന്നെ തേൻ ശരിയായ രീതിയിൽ തേനാവുള്ളൂ. ശരിക്കും ഇതായില്ല, കാരണം ഇത് മൊത്തം അടയണം. ഏത് ആ ഏറ്റവും താഴെയുള്ള സാധനം കറുത്തിരിക്കുന്നു? അല്ല, ഇതുപോലെ അത് പഴയത് കട്ട് ചെയ്തല്ലോ, എന്നാലും അത് പഴയ അടയെ കട്ടി നമ്മളിത് വെക്കുന്നത്. ഇന്നത്തെ അങ്ങനെ തേനെടുക്കാനില്ല, പിന്നെ ഞാനത് മാത്രം കാണിക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നതായിരുന്നു. അപ്പോൾ ആ നിറഞ്ഞിരിക്കുന്ന തേനാണല്ലോ. ഇത് അടയണം, ഇത് കണ്ടില്ലയോ, ഇതുപോലെ ഇത് ക്ലോസ് ചെയ്യണം. ഓക്കെ, ഫുൾ തേൻ നിറച്ചിട്ട് നിറച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യും. എന്ത് ചെയ്യുന്നേ? ഇങ്ങനെ ഇതിൻ്റെ മേലൂടെ ഇങ്ങനെ കട്ട് ചെയ്യും. ഓ, അപ്പോൾ ഈ ഇതെല്ലാം ഓപ്പൺ ആവും. ഇതെല്ലാം ഇങ്ങനെ 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 മൊത്തം കട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിനകത്തിൽ ഇതുപോലെ വെക്കും. ഒരു മിനിറ്റ്, ഇത് അഴിച്ചു മാറ്റണം. വേണ്ട വേണ്ട, ഇരുന്നോട്ടെ. ഇതുപോലെ ഇങ്ങനെ ഇതിനകത്തോട്ട് വെക്കും. നോക്കട്ടെ, ഇങ്ങോട്ട് കണ്ടോ, ഇങ്ങനെ കറക്കം തന്നെ കണ്ടില്ലേ, 4 സൈഡിലോട്ട് ഇതിനകത്തോട്ട് വെക്കും. തേന് ഇതിനകത്ത് ഇങ്ങനെ വരും. കണ്ടില്ലേ, ഈ സൈഡിലെ തേൻ മൊത്തം പോയി, ഒന്നുമില്ല തേൻ. ഇല്ല, ഈ അടഞ്ഞിരിക്കുന്നതിനകത്ത് മാത്രമേ ഉള്ളൂ തേൻ. ഇനി ഇപ്പുറത്തെ സൈഡോ? ഇപ്പുറത്തെ സൈഡ് തിരിച്ചു വെക്കണം. ഓക്കെ, കണ്ടില്ലേ, ഈ സൈഡ് ഇപ്പോൾ ഉണ്ടോ ഫുള്ള് തേൻ ഇരിക്കില്ലേ, അത് നമ്മളിങ്ങനെ തിരിച്ച് വെച്ചിട്ട് വീണ്ടും കറക്കും. തേനെല്ലാം പോയി, കണ്ടില്ലേ, കംപ്ലീറ്റ് തേനും പോയി. ഇപ്പോൾ ഇത് അപ്പോൾ ഈ തേനീച്ചയ്ക്ക് എളുപ്പമാണ്, ഇതിനകത്ത് കൊണ്ട് തേൻ നിറച്ചാൽ മാത്രം മതി. അപ്പോൾ ആറാകുപോലെ ഇരിക്കുകയല്ലേ, അവർക്ക് ജോലി കുറവാണ്. അത് നമ്മളെ ആൾക്കാർ പണ്ട് കണ്ടുപിടിച്ചിട്ടുള്ള രീതിയാണിത്. അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല, അവർക്ക് തേൻ കൊണ്ടുവന്ന് വെച്ചാൽ മതി. അപ്പോൾ കൂട് കെട്ടേണ്ട പണിയില്ല അവർക്ക്. മറ്റേ ഏറ്റവും വലിയ പണിയെന്ന് വെച്ചാൽ ഇതൊന്ന് പിടിച്ച് ചെറുതായിട്ട് ഇപ്പോൾ ഈച്ചതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്, ഡിവൈഡ് ചെയ്യാൻ നമുക്ക് ചെയ്യാം. പക്ഷേ വേറെ എവിടെ നിന്ന് റാണിമുട്ട ഉണ്ടെങ്കിലേ, ഇത് കണ്ടില്ലേ ഈച്ച ഉണ്ടിരിക്കുന്നത്, ഇതുപോലെ മേളിൽ കവറിനകത്ത് ഈച്ച ആയി കഴിഞ്ഞാൽ ഈച്ച ഒരുപാടുണ്ടെന്നാണ്. അപ്പോൾ ഇതിനകത്തൊന്നും തേനില്ല, ഇത് കണ്ടില്ലേ, ഇതൊക്കെ വെറുതെ ഇരിക്കുക. കാരണം തേൻ സീസൺ ഇല്ലാത്തതുകൊണ്ടാണ്. തേനുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊക്കുന്നുണ്ടെങ്കിൽ നല്ല വെയിറ്റ് ആയിരിക്കും. ഓക്കെ.